പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങൾക്ക് സമാധാനം. ഫിലോകാലിയ വലിയ നോമ്പുകാല ധ്യാനത്തിൻ്റെ 2019 4ാമത്തെ എപ്പിസോഡാണ് നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ടോക്ക് ആദ്യമായാണ് നിങ്ങൾ കേൾക്കുന്നത് എങ്കിൽ, ഞാൻ മാരിയോ ജോസഫിന് ആദ്യമായാണ് സോഷ്യൽ മീഡിയയിലൂടെ കേൾക്കുന്നതെങ്കിൽ, ഇതിൻ്റെ മുമ്പുള്ള എപ്പിസോഡുകളും ഇനി ഇതിനു ശേഷം വരാനിരിക്കുന്ന നോമ്പുകാല എപ്പിസോഡുകളും മറക്കാതെ കാണണം. എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. യൂട്യൂബിൽ പോയി സെർച്ച് ബാറിൽ മാരിയോ ജോസഫ് എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ കാണുന്ന എൻ്റെ ആ പ്രൊഫൈലിലുള്ള റെഡ് ബട്ടൺ ഒന്ന് അമർത്തിയാൽ മതി. അപ്പോൾ നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് തീരും. അതിലുള്ള എല്ലാ ക്ലാസ്സുകളും മാറി മാറി ഓരോന്ന് കേൾക്കുക. ഓരോരുത്തർക്കും ജാതി മത ഭേദമന്യേ മനുഷ്യർക്ക് ഉപകാരമുള്ള അറിവാണ് അതിൽ മുഴുവനും. ഇന്നലെ നമ്മൾ ചർച്ച ചെയ്ത് അവസാനിപ്പിച്ചത് ദൈവം എവിടെയാണ് എന്ന ചോദ്യമായിരുന്നു. ആദ്യത്തെ ദിവസം നമ്മൾ ചോദിച്ചു, അതായത് ദൈവം ഉണ്ടോ എന്ന്. അത് കഴിഞ്ഞിട്ട് ദൈവം എവിടെയാണെന്ന് ഉത്തരം തന്നു. ഇനിയത്തെ ചോദ്യം, അതായത് ഞാൻ ആരാണെന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടി. ഞാൻ എവിടുന്ന വന്നേ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടി. ഞാൻ എന്തിനാ വന്നേ എന്നുള്ള മൂന്നാമത്തെ ഒരു ചോദ്യമാണ് നമ്മുടെ ഉള്ളിലുള്ളത്. ഞാൻ എന്തിനാ വന്നേ? ഒന്നും കൂടെ പറഞ്ഞാൽ, ദൈവം എന്തിനാ എന്നെ സൃഷ്ടിച്ചേ? ഇപ്പോൾ നിങ്ങളോട് ഞാൻ എന്തിനാണ് മാങ്ങയുടെ അണ്ടി നിങ്ങളുടെ കയ്യിലെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാം, അത് നടാനാ. എന്തിനാ നടുന്നേ? തെയ്യുണ്ടാവാനാ. തെയ്യുണ്ടായിട്ട് എന്ത് ചെയ്യാനാ? അതിൻ്റെ ഇല പറിച്ച് ഞാൻ പല്ല് തേക്കും, അതിൻ്റെ കമ്പ് വെട്ടി ഞാൻ കൊച്ചുങ്ങളെ തല്ലും, പലതും പറയാം. അത് കഴിഞ്ഞ് അത് വളർന്ന് മരമാകും. അത് കഴിഞ്ഞ് അതിൻ്റെ ഉണ്ണിമാങ്ങ പറിച്ച് കണ്ണിമാങ്ങ പറിച്ച് ഞങ്ങൾ അച്ചാറിടും, പച്ചമാങ്ങ പറിച്ച് കഴിക്കും. അത് കഴിഞ്ഞ് മൂത്ത മാങ്ങ ഉണക്കി വെച്ചിട്ട് ഉപ്പിലിട്ട് കഴിക്കും, അച്ചാറിടും. അത് കഴിഞ്ഞിട്ട് പഴുത്ത മാങ്ങ തിന്നും. അത് കഴിഞ്ഞിട്ട് ഫ്രൂട്ടി കിട്ടും എന്ന് പറയും. അല്ല, അതിൻ്റെ എൻ്റെ എന്താണെന്ന് ചോദിച്ചാൽ മാങ്ങയുടെ ഫ്രൂട്ടിയാണെന്ന്. എന്ന് പറഞ്ഞതുപോലെ ഒരു മനുഷ്യൻ ഉദരം മുതൽ ഇങ്ങനെ വളർന്ന് വളർന്ന് പുറത്തിറങ്ങി വന്നു. അത് കഴിഞ്ഞിട്ട് അവൻ പഠിച്ചു, ജോലി ചെയ്തു, കാശുണ്ടാക്കി, അവൻ വിവാഹം കഴിച്ചു, മക്കളെ ഉണ്ടാക്കി, അവരെ കരകയറ്റി. എന്നിട്ട് ഇതിൻ്റെ എൻ്റെ എന്താണ്? അതാണ് ചോദ്യം. വൈ? അതിൻ്റെ ഇടയിൽ പലതും നമുക്ക് നടക്കുമെങ്കിലും അതിനൊരു പർട്ടിക്കുലർ എയിം ഉണ്ടല്ലോ, എ ഡെഡ് എൻഡ്. അതെന്താണെന്നുള്ള ചോദ്യത്തിന് എന്താ ഉത്തരം തരിക? എല്ലാവരും പറയും അത് മരിക്കാനാ, കല്ലറ തീർക്കാനാണ്. അതിനുവേണ്ടി മാത്രമാണോ ദൈവം നമ്മളെ പഠിച്ചത്? ശരിക്കും അതിനു വേണ്ടിയാണോ? അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളോട് ചോദിക്കണം, എന്തിനാ സർവശക്തനായ ദൈവം എന്നെയും നിന്നെയും സൃഷ്ടിച്ചത്? ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ വേണ്ടി നമ്മളൊന്ന് ശ്രമിക്കുക. എന്തിനാണെന്ന ചോദ്യത്തിന് നമ്മൾ ആദ്യം തന്നെ ബൈബിൾ അനുസരിച്ച് വ്യാഖ്യാനിക്കുമ്പം ബൈബിൾ മനുഷ്യന് 2 സംഗതികൾ കൽപ്പിച്ചതായിട്ട് ഇതിൻ്റെ മുമ്പുള്ള എപ്പിസോഡിൽ നമ്മൾ ധ്യാനിച്ചിട്ടുണ്ട്. 1 കൊറിന്തോസ് 7:17 അനുസരിച്ച് നമുക്ക് ദൈവം ഒരു വിളിയും ഒരു ദൗത്യവും ഏൽപ്പിച്ചിട്ടുണ്ട്. അത് രണ്ടും കണ്ടുപിടിക്കണം എന്ന് പറയുന്നുണ്ട്. 2 പത്രോസ് 1:10 അനുസരിച്ച് ദൈവം നമുക്ക് തന്നിരിക്കുന്ന നിയോഗവും വിളിയും ദൗത്യവും വിളിയും എന്തെന്ന് കണ്ടുപിടിക്കുന്നതിൽ ഭയങ്കര ഉത്സാഹം കാണിക്കാനും പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ 2 വചനം വെച്ചിട്ട് നമ്മളെ എന്തിനാ ദൈവം സൃഷ്ടിച്ച് എന്നൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ദൈവം നമുക്ക് തന്നിരിക്കുന്ന വിളികളെക്കുറിച്ച് ധ്യാനിക്കേണ്ടി വരും. അപ്പം നമ്മൾ വിളികളെക്കുറിച്ച് ധ്യാനിക്കാം. എത്ര തരം വിളികൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്? 4 തരം വിളികളാണ് മാനവ സമൂഹത്തിന് ബൈബിളിൽ നമ്മൾ കാണാൻ പറ്റുന്ന വിളികൾ. അതിൽ വിളി നമ്പർ 1, ഒന്നാമത്തെ വിളി ജെറമയ 1:5 ജെറമയ 1:5 പറഞ്ഞത് ഇങ്ങനെയാണ്: നീ മാതാവിൻ്റെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നിന്നെ ഞാൻ അറിഞ്ഞു. നീ മനുഷ്യനായി രൂപം ലഭിക്കുന്നതിന് മുമ്പേ നിന്നെ ഞാൻ വിശുദ്ധീകരിച്ചു. ജനതകളുടെ പ്രവാചകനായി നിന്നെ ഞാൻ തെരഞ്ഞെടുത്തു എന്നാണ്. ഈ വചനം അനുസരിച്ച് നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ ദൈവം തീരുമാനിച്ചിട്ടുണ്ട് നമ്മളൊരു മനുഷ്യനായി ജനിക്കണം എന്ന്. എനിക്ക് തോന്നുന്നു ഒന്നാമത്തെ വിളിക്ക് കൊടുക്കാൻ പറ്റുന്ന പേരാണ് മനുഷ്യനായി പിറക്കാനുള്ള ഒരു വിളി നമുക്ക് ലഭിച്ചു എന്നത്. വി റിസീവ്ഡ് എ കോൾ ടു ബി ബോൺ ആസ് ഹ്യൂമൻ ബീയിങ്. അതൊരു വലിയ വിളി തന്നെയാണ്. കാരണം മറ്റു മൃഗങ്ങളുമായിട്ട് നമ്മളെ ഒന്ന് കമ്പയർ ചെയ്യണം. എന്താണ് വേറൊരു മൃഗമായിട്ട് നമുക്കുള്ള വ്യത്യാസം? ഓരോന്നും കമ്പയർ ചെയ്ത് അവസാനം നമ്മൾ ജിംബാൻസിൽ വന്നെത്തുമ്പോൾ ജിംബാൻസി നമ്മളും തമ്മിൽ DNA വളരെ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. 1-2% വ്യത്യാസം മാത്രമേ ഉള്ളൂ ജിംബാൻസിയും നമ്മളും തമ്മിലുള്ള DNA.
ഒരു പക്ഷേ ഞാനും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും ജനിക്കുന്നതിന് മുമ്പ് ആ ഒരു DNA അങ്ങ് കുറഞ്ഞു പോയായിരുന്നെങ്കിൽ നമ്മളെ കാണാൻ വേണ്ടി നമ്മളെ ബന്ധുമിത്രാദികളെല്ലാം ഒരുപക്ഷെ സൂവിൽ വന്ന് ക്യൂ നിൽക്കേണ്ടി വരുമായിരുന്നു. ഒന്നും കൂടെ പറഞ്ഞാൽ, കോടിക്കണക്കിന് ജീവനുള്ള വസ്തുക്കളെ സൃഷ്ടിച്ച ദൈവം മനുഷ്യനായ എന്നെ സൃഷ്ടിച്ച് മനുഷ്യനായി. അതൊരു വലിയ വിളി തന്നെയാണ്. ഒന്നും കൂടെ പറഞ്ഞാൽ, എനിക്കൊരു മനുഷ്യജന്മം ഭൂമിയിൽ ലഭിച്ചതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയണം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എവിടെയാണെങ്കിലും ഏത് സാഹചര്യത്തിലാണെങ്കിലും ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിച്ച മനുഷ്യ ജന്മത്തിന് ദൈവത്തിനൊരു നന്ദി പറയാവോ? ഞാൻ കണ്ണടച്ച് ഒരു സെക്കൻഡ് നന്ദി പറയട്ടെ. സർവശക്തനായ ദൈവമേ, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് വഴി നടത്തുന്നവനെ, സകല ജീവികൾക്കും ജീവൻ നൽകിയവനെ, ഈ ഭൂമിയിൽ ഒരു ദമ്പതികൾക്ക് ഒരു മനുഷ്യ കുഞ്ഞായി ജനിക്കാനുള്ള ഭാഗ്യം തന്നതിന് നന്ദി. മനുഷ്യരുടെ ഇടയിൽ ഒരു മനുഷ്യനായി എന്നെ ഇത്രനാൾ വളർത്തിക്കൊണ്ടുപോയതിന് നന്ദി. ചിന്തകളിൽ വൈകല്യമോ, ശാരീരിക ആരോഗ്യത്തിൽ വൈകല്യമോ, സാമ്പത്തിക പ്രശ്നമോ, കുടുംബകലഹമോ, പ്രകൃതിക്ഷോഭമോ, തിന്മ സ്വഭാവമോ, ഇതിലൊന്നും വീഴാതെ എന്നെയും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹിച്ചതിന് നന്ദി. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് കൂട്ടുകാരിലേക്ക് എത്തിക്കണമെന്ന് കരുതി ഇത് അവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുന്ന ഓരോ വ്യക്തികളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. ഞാൻ പറ്റ ഇൻപം പെറുക ഈ വയ്യകം, എനിക്ക് ലഭിച്ച ദൈവാനന്ദം മറ്റുള്ളവർക്ക് ലഭിക്കട്ടെ എന്ന ചിന്തയോടെ മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കുന്നവരെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അപ്പം നമ്മൾ ആദ്യം അറിയാണ് നമുക്ക് ഇങ്ങനെ ഒരു വിളി ദൈവം തന്നിട്ടുണ്ട്, അതിന് ദൈവത്തിന് നന്ദി പറയണം. ഇനി രണ്ടാമത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന വിളി അത് എഫേസൂസ് 1:5 ആദ്യം പറഞ്ഞതും 1:5 തന്നെ, പക്ഷെ പുസ്തകം മാറി ജെറമയ ഇപ്പൊ പറയുന്നത് എഫേസൂസ് 1:5. ആ വിളിയുടെ പേരിങ്ങനെയാണ്: യേശുക്രിസ്തുവിൽ നിങ്ങളെ ദത്തെടുക്കണമെന്ന് ദൈവം തൻ്റെ ഹിതവും ലക്ഷ്യവും അനുസരിച്ച് ആദിയിലേ തീരുമാനിച്ചു എന്നാണ്. ഒന്നും കൂടെ പറഞ്ഞാൽ, ദൈവം എന്നെയും നിന്നെയും അവൻ്റെ ദത്തുമക്കളാക്കാൻ വേണ്ടി ക്രിസ്തുവിനെ അയച്ചു. ക്രിസ്തുവിനെ സ്വീകരിച്ചവർ ദൈവത്തിൻ്റെ ദത്തുമക്കളാണ്. ഒന്നും കൂടെ പറഞ്ഞാൽ, ദൈവത്തിൻ്റെ ദത്തുമക്കളാകാനുള്ള ഒരു വിളിയാണ് രണ്ടാമത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന വിളി. ഒന്നാമത്തെ വിളി മനുഷ്യനായി ജനിക്കാനുള്ള വിളി ഭൂമിയിലുള്ള സകല മനുഷ്യർക്കും ലഭിച്ചിട്ടുണ്ട്. റൗണ്ട് ദി ഗ്ലോബ്, ആദം മുതൽ ഇന്ന് വരെ ജീവിച്ച എല്ലാവർക്കും, ഇനി ജീവിക്കാനിരിക്കുന്ന എല്ലാ മനുഷ്യർക്കും കിട്ടിയതാണ്. രണ്ടാമത്തെ വിളി സകല മനുഷ്യർക്കുള്ള വിളിയല്ല, അത് യേശുക്രിസ്തുവിനെ സ്വീകരിച്ച ക്രിസ്ത്യാനികൾക്ക് ലഭിച്ചിരിക്കുന്ന വിളിയാണ് ദൈവത്തിൻ്റെ ദത്തുമക്കളാകാനുള്ള വിളി. അതെല്ലാവർക്കും ലഭിച്ചിട്ടില്ല. എനിക്കത് ലഭിച്ചത് 1996 യേശുവിനെ അറിഞ്ഞത് മുതൽ. ഒരുപക്ഷെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഭൂരിഭാഗം ആളുകളും യേശുവിനെ അറിഞ്ഞ ക്രിസ്ത്യാനികളായിരിക്കാം. അറിയാത്ത മുസ്ലിമീങ്ങളോ ഹിന്ദുക്കളോ എന്നെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ഞാൻ ആവർത്തിച്ച് പറയുന്നു, നിങ്ങളെ ദൈവം ആഴമായി സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് ഒരു മനുഷ്യ ജന്മം തന്നെ നിങ്ങൾക്ക് തന്നത്. പക്ഷെ അതേ സമയത്ത് തന്നെ നിങ്ങളെ ദത്തെടുക്കുക, ദൈവം അവൻ്റെ നിത്യജീവൻ, അതായത് സ്വർഗീയ ജീവൻ നിങ്ങൾക്ക് നൽകുക എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ദൈവം അയച്ച ഒരാളാണ് യേശുക്രിസ്തു. നമ്മൾ വായിക്കുന്നത് യോഹന്നാൻ 1:12 യേശുവിനെ സ്വീകരിച്ചവർക്കെല്ലാം, യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവത്തിൻ്റെ മക്കളാകാൻ അവൻ കൃപ കൊടുത്തു എന്ന്. അത് എല്ലാവർക്കും ലഭിച്ചതല്ല, യേശുവിനെ സ്വീകരിച്ചവർക്ക് ലഭിച്ചതാണ്. ഞാൻ യേശുവിനെ സ്വീകരിച്ചു, ഞാനിപ്പോൾ ദൈവത്തിൻ്റെ ദത്തുമകനാണ്, ദത്തു മകളാണ്. അങ്ങനെ ദത്തുമക്കളായി മാറിയവർ ഒരു സെക്കൻഡ് ഒന്ന് കണ്ണടച്ച് ദൈവത്തിന് നന്ദി പറയാവോ? സർവശക്തനായ ദൈവമേ, ലോകത്തിലുള്ള മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് അങ്ങയച്ച പുത്രനെ അറിയാനും അതുമൂലം അങ്ങയെ പിതാവേ എന്ന് വിളിക്കാനും അതുമൂലം നിത്യജീവന് അവകാശിയാകാനുമുള്ള കൃപ എനിക്കും എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഈ മക്കൾക്കും നൽകിയതിന് അങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.
മൂന്നാമത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു വിളിയുണ്ട്. അത് നമ്മൾ വെളിപാട് 14:4 വായിക്കുക. അതായത് ഒരു ഗ്രൂപ്പ് ആളുകളെ കുറിച്ച് പറയാണ്, സ്ത്രീകളുമായി ചേർന്ന് മലിനമാകാത്ത ഒരാളുകൾ. ദൈവം അവരെ പ്രത്യേകം തെരഞ്ഞെടുത്തിട്ടുണ്ടെന്ന്. ഒന്നും കൂടെ പറഞ്ഞാൽ അത് പൗരോഹിത്യത്തിന് വേണ്ടിയുള്ള, സന്യാസത്തിന് വേണ്ടിയുള്ള, വിശുദ്ധ ജീവിതം നയിക്കാൻ വേണ്ടിയുള്ള ഒരു വിളിയാണ് പൗരോഹിത്യത്തിന്. അതെനിക്ക് ഉണ്ടെന്ന് വിചാരിച്ച് ഞാൻ സെമിനാരിയിലൊക്കെ പഠിച്ചവനാണ്. പക്ഷെ എനിക്കതില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പോൾ വിവാഹം കഴിച്ച് 2 മക്കളുടെ അപ്പനായി ജീവിക്കുന്നത്. അങ്ങനെ പൗരോഹിത്യം ലഭിച്ച ആളുകൾക്ക് വേണ്ടി 1 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കുക. നിങ്ങൾ ഏതായാലും നോമ്പ് കാലത്തല്ലേ, ക്ഷമയോടെ ഈ വീഡിയോ കേൾക്കുകയല്ലേ. അപ്പം നിങ്ങൾക്ക് അറിയാവുന്ന വൈദികർക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിൽ ഒരു വൈദികനുണ്ട്, നിങ്ങളുടെ സമൂഹത്തിലൊരു വൈദികനുണ്ട്, നിങ്ങൾക്ക് അറിയാവുന്നൊരു ഫ്രണ്ട് വൈദികനുണ്ട്, അല്ലെങ്കിൽ ഒരു സന്യാസിയുണ്ട്, ഒരു സിസ്റ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായി അവർക്ക് വേണ്ടി 1 സെക്കൻഡ് ഒന്ന് പ്രാർത്ഥിക്കാവോ? ദൈവമേ, അങ്ങയുടെ ആത്മാവിനെ അവരിലേക്ക് അയക്കണമേ, ആത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളും കൊണ്ട് അവരെ നിറക്കണമേ, അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു വിശുദ്ധ ജീവിതം നയിച്ച് അങ്ങയെ പ്രീതിപ്പെടുത്താനും അങ്ങയുടെ സാന്നിധ്യം അവർ ആയിരിക്കുന്ന സ്ഥലത്തുള്ള ജനങ്ങളിലേക്ക് പകർന്നു കൊടുക്കാനും കൃപ നൽകണമേ എന്നൊന്ന് പ്രാർത്ഥിക്കാവോ? ആമേൻ. പിന്നെ നമുക്ക് പറയാനുള്ളത് 4ാമത്തെ വിളിയാണ്. അത് 2 കൊരിന്തോസ് 2:14 നമ്മൾ വായിക്കും. എന്താണെന്നറിയോ? ക്രിസ്തുവിൻ്റെ ജ്ഞാനത്തെക്കുറിച്ചുള്ള സൗരഭ്യം പരത്തുന്നവർ എന്നാണ്. ഐ റിപ്പീറ്റ്, യേശുവിൻ്റെ അറിവിനെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ സൗരഭ്യം പരത്തുന്ന ജനങ്ങൾ. അതാരാണ് എന്നതറിയാൻ നെക്സ്റ്റ് എപ്പിസോഡ് മറക്കാതെ കാണുക. നിങ്ങൾ ആദ്യമായാണ് എന്നെ കാണുന്നതെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മാരിയോ ജോസഫ് എന്ന യൂട്യൂബ് ചാനൽ, അതിൻ്റെ റെഡ് ബട്ടൺ ഒന്ന് അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ മാസവും ഞങ്ങൾ നടത്തുന്ന ഒരു ധ്യാനമാണ് ഫിലോകാലിയ, ലവ് ഓഫ് ദി ബ്യൂട്ടിഫുൾ എന്ന ധ്യാനം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ പങ്കെടുത്തിരിക്കണം. കാരണം അത് ഒരു 5 വയസ്സിന് ശേഷം ഈ ഭൂമിയിൽ ജീവിക്കുന്ന സകല മനുഷ്യർക്കും മരണം വരെ ഒരേപോലെ ഉപകാരപ്പെടുന്ന ധ്യാനമാണ്. ജീവിതത്തിന് അർത്ഥം കണ്ടെത്താനുള്ള ധ്യാനം. ധ്യാനത്തിന് വിളിച്ച് ബുക്ക് ചെയ്യേണ്ട നമ്പറാണ് പറയുന്നത് 9400045523. സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയും സമാധാനവും ഇന്നും എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ.